ഹായ്, ഞാൻ ഐഷ ഷംസ്. ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ഖുഷ്ബു മാമിൻ്റെ ഫേവറേറ്റ് മെലിയാനുള്ളൊരു ഡിഷസിനകത്തുണ്ടായ ഒരു ഇതാണിത്. അവരുടെ ഡയറ്റീഷ്യൻ കൊടുത്ത ഒരു കാര്യമാണിത്. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾ നന്നായിട്ട് മെലിയും. ആരും സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചെറുപയർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇന്ന് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ എടുക്കാൻ പാടുള്ളൂ. വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് കുക്കറിനകത്തേക്ക് ചെറുപ്പയറിട്ട് മത്തങ്ങയിട്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ശകലം മുളക് പൊടി ഇട്ടോ, ഒരു ചെറിയ സ്മോൾ ടീസ്പൂൺ മുളക് പൊടി ഇടുക. അരയ്ക്കാൻ നമുക്ക് തേങ്ങ, ചെറിയ ജീരകം, 3 ചെറിയ ഉള്ളി, 4-5 വെളുത്തുള്ളി, പിന്നെ അതേപോലെ തന്നെ മറ്റേ ചെറിയ ചീര പറങ്കി എന്നൊക്കെ പറയില്ല, ആ മുളക്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. കണ്ട ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കുക. അധികം ഉടയൊന്നും വേണ്ട. മത്തനെ കുക്കറിലിട്ടാൽ മതി. നമ്മൾ ഒരു ദിവസം ഫുള്ളിട്ട് ഒട്ടും ഗ്യാസ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് കാണെങ്കിലും കുറച്ച് കഴിഞ്ഞത് വെച്ചിരുന്നാൽ തിക്കായിട്ട് വരും കേട്ടോ. ഇത് വളരെ നല്ലൊരു സാധനം ഡയറ്റ് എടുക്കുന്നവർക്ക്. ചെറുപയർ പ്രോട്ടീനാണ്. അതുപോലെ തന്നെ മത്തൻ നല്ല സിഗും ഒക്കെ ഉണ്ട് മത്തൻ്റെ അകത്ത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ഫില്ലാകും. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആയാലും വിശക്കൊന്നുമില്ല. പിന്നെ നമ്മളൊരു 6 o'clock ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരാഴ്ച കൊണ്ടൊക്കെ ഒരു 3 കിലോനൊക്കെ കുറയും കേട്ടോ. രാവിലത്തെ ഡയറ്റ് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. രാവിലെ ഓരോ ദിവസം ഓരോ ടൈപ്പായിരിക്കും ഉണ്ടാവുന്നത്. ഇത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കൂടാൻ പാടില്ല. നമ്മൾ ഡയറ്റൊക്കെ എടുക്കുമ്പോൾ ഉപ്പ് കൂടുമ്പോഴെന്താ വെച്ചാൽ ബ്ലഡ് പ്രഷർ ലോ ഉള്ളവർക്ക് ഉപ്പിടാം കേട്ടോ. ഹൈ ഒക്കെ ഉള്ളവർ കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണേ. ഇങ്ങനെ വെച്ചാൽ തിളച്ച് മറിയരുത്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇത് കുറുകിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ മട്ട അരി ഉണ്ടാവില്ല, ചുവന്ന മട്ട അരി, അത് നല്ലോണം കഴുകിയിട്ട് ഊറ്റി വയ്ക്കണം. ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ. എന്നിട്ട് ആ ഒരു ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ഇട്ട് വറക്കണം നന്നായിട്ട്. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, 5 വെളുത്തുള്ളിയും 5 ചെറിയുള്ളി നല്ലോണം ചതച്ച് വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തേങ്ങയും ചിരണ്ടി നമ്മൾ വെക്കണം. വറുത്ത് കോരി വെക്കാനാണ് തേങ്ങയും കരിവേപ്പില കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾ പെട്ടെന്ന് മെലിയും. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണം കേട്ടോ. എന്നിട്ട് അപ്പോൾ മാമിന് കൊടുക്കുന്ന ഡയറ്റീഷ്യൻ കൊടുക്കുന്ന ഡയറ്റാണിത്. അവർക്ക് ചില ദിവസങ്ങളിൽ പല ഡയറ്റാണല്ലോ. അപ്പോൾ നമ്മൾ ഒരേ ഡയറ്റൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് മടുക്കാൻ തുടങ്ങും. ഡെയിലി നമ്മൾ മാറി ഡയറ്റ് എടുക്കണം. അപ്പോൾ അതിലുള്ള ഒരു ദിവസത്തെ ഡയറ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ലതാണ്. ചോറൊന്നും വേണമെന്നില്ല. ഇതിൻ്റെ കൂടെ കുക്കുംബർ, ക്യാരറ്റ്, സാലഡ്സ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗേർട്ടും കൂടി കഴിക്കുക. അടിപൊളിയാണ്. ഗ്രീക്ക് യോഗേർട്ട് വയറിന് നല്ലതാണ്. നമ്മുടെ ഗട്ട് വളരെ ശുദ്ധീകരിക്കും. നമ്മുടെ ഗട്ട് ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വയറ് ആദ്യം ക്ലീൻ ആവണം. വയറ്റിൽ നിന്നാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ടാകുന്നത്. വയറ് ക്ലീൻ ആയാൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തിൽ ഇതാവുള്ളൂ. അല്ലെങ്കിൽ കണ്ടില്ല, കാലിന് ചൊറിച്ചിൽ വരും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് വയറ് ക്ലീൻ അല്ലെങ്കിൽ. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം വറുത്ത് മുരിഞ്ഞത് നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മെല്ലെ പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ പരത്തി കൊടുത്തിട്ട് ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.